നമസ്കാരം, എൻസ് ടൈംസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻസ് ടൈംസിൽ എന്നോടൊപ്പം ഉള്ളത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ മുൻനിരകളിൽ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റും അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പിക് സർജനും ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ റെജി സാറാണ്. സർ നമസ്കാരം ആൻഡ് വെൽക്കം ടു ദ ഷോ. സർ, ഇപ്പം നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ എന്ന് പറയുന്നത്. ശരിക്കും ഇത് എന്താണ് സാർ ഈ ഒരു ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മുടെ യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയം ഇതിനകത്തുണ്ടാകുന്ന മുഴകൾക്കാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ അതിന് മയോമ എന്ന് പേര് പറയും. അപ്പൊ ഇത് ആദ്യമേ പറയേണ്ടത് വെച്ചാൽ ഇതൊരു നോൺ ക്യാൻസറസ് ഗ്രോത്ത് ആണ്. എല്ലാവർക്കും യൂട്രസിനകത്ത് മുഴ ഉണ്ടാവും, എന്റെ മുഴയെന്ന് വെച്ചാൽ എന്റെ ക്യാൻസർ ആണല്ലോ. അപ്പൊ നോൺ ക്യാൻസറസ് ആയിട്ടിരിക്കുന്ന ബിനൈൻ ട്യൂമറുകളാണ് ഇത് ഫൈബ്രോയിഡ്. അപ്പം അത് നമ്മുടെ യൂട്രസിന്റെ പല ഭാഗങ്ങളായിട്ട് ഇതൊരു മുഴ പോലെ തടിപ്പായിട്ട് വരും. അപ്പൊ പല രീതിയിലുള്ള മുഴകളുണ്ട്. അപ്പൊ യൂട്രസിന്റെ മസിൽ ലെയറിൽ വളരുന്ന മുഴകൾക്ക് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്, ചിലപ്പോൾ യൂട്രസിന്റെ മസിൽ വളരെ പുറത്തോട്ടായിരിക്കും അതിന് നമ്മൾ സബ്സീറസ് ഫൈബ്രോയിഡ്. ചില യൂട്രസിന്റെ സെൻട്രൽ പാർട്ടി വരും, അതിന് നമ്മൾ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് പറയും. ഈ ഫൈബ്രോയിഡ് ചിലപ്പോൾ ഗർഭാശയം മുഖത്തുണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ യൂട്രസിന്റെ സൈഡിൽ ബ്രോഡ്ലിംഗ് വരെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ കോമൺലി 3 ടൈപ്പുള്ള ഞാൻ പറഞ്ഞ പോലെ സബ്സീറസ്, ഇൻട്രാമ്യൂറൽ, പിന്നെ യൂട്രസിന്റെ സെൻട്രൽ പാർട്ടി വളരുന്ന മുഴകളായിരിക്കും. സാർ, ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകൾക്കുള്ള സംശയമായിരിക്കും ഈ ഫൈബ്രോയിഡ് ഉണ്ടാവുമ്പോൾ അത് ശരീരത്തിൽ ഉണ്ട് എന്ന് അറിയാനായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരു സ്ത്രീ ശരീരത്തിൽ ഉണ്ടാവുന്നത്? അപ്പം കുറെ ഫൈബ്രോയിഡ്സ് നമുക്ക് യൂട്രസിൽ ഉണ്ടാകുമ്പോൾ കുറെ സിംറ്റംസ് ആണ്. മോസ്റ്റ് ഓഫ് ദ ഫൈബ്രോയിഡും സിംറ്റമാറ്റിക് ആണ്, ചിലപ്പോൾ സിംറ്റംസ് കാണണമെന്നില്ല. അപ്പൊ പിന്നെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ഈ ആർത്തവ സമയം അല്ലെങ്കിൽ പീരീഡ്സ് സമയത്തുണ്ടാകുന്ന അതിശക്തമായ വയറുവേദന, പീരീഡോട് കൂടി ഭയങ്കര വേദനയായിരിക്കും. പിന്നെ ഈ ആർത്തവം കുറെ ദിവസം നീണ്ടുവയ്ക്കും. പിന്നെ ബ്ലീഡിങ് ഭയങ്കരമായിരിക്കും, ക്ലോട്ട്സ് ആയിട്ടും കുറെ ദിവസം പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകും. പിന്നെ ആർത്തവത്തിന്റെ ആർത്തവം കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഇന്റർമെൻസ് ബ്ലീഡിങ് ഉണ്ടാകും. പിന്നെ ചിലത് ഫൈബ്രോയിഡ് നമ്മുടെ ബാക്ക് പെയിൻസ് ഒക്കെ ഉണ്ടാകും, നമ്മുടെ ബാക്കിലൊക്കെ നല്ല അസഹ്യമായ വേദന ഉണ്ടാക്കും. പിന്നെ ചിലപ്പോൾ നമ്മുടെ വയറിൽ ഒരു വലിയൊരു മുഴയായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയിലൊക്കെ നമ്മുടെ യൂട്രസ് വയറിലോട്ട് വരുമ്പോൾ 5 മാസം 6 മാസം അപ്പൊ അത്രയും വലിപ്പത്തിലുള്ള മുഴകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സർ, അതുപോലെ തന്നെ ഈ ഫൈബ്രോയിഡുകൾ ക്യാൻസറുകളാണെന്നും മിക്ക സ്ത്രീകൾക്കും സംശയം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം നമുക്ക് തന്നെയാണെങ്കിൽ ഒരു ഒട്ടും കുറച്ച് സ്റ്റേജിൽ വയറുവേദന വരുമ്പോഴാണല്ലോ ഒരു കുഞ്ഞു മുഴ കാണുന്ന പേടിയായിരിക്കും, ഇത് ക്യാൻസർ ആയിരിക്കുമോ എന്നൊരു സംശയം. അപ്പൊ ഫൈബ്രോയിഡുകൾ എന്ന് പറയുന്നത് ക്യാൻസറിന്റെ ഒരു ഭാഗമായിരിക്കുമോ? ഒരിക്കലുമല്ല. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പം എല്ലാവരും ഒരു ഇപ്പം ക്യാൻസർ പോയി ഇപ്പൊ ഭയങ്കര കൂടുതൽ. അപ്പൊ മുഴ ഉണ്ടായി കഴിഞ്ഞാൽ അത് ക്യാൻസർ ആണ്. അപ്പൊ മുഴയൊക്കെ ആരും പേടിക്കും. അപ്പം പക്ഷെ ഇതെല്ലാം ഒരു മോസ്റ്റ് ഓഫ് ദി ഫൈബ്രോയിഡ്സും ബിനൈനാണ്, അത് നോൺ ക്യാൻസേഴ്സ് ആണ്. 99% ഫൈബ്രോയിഡ്സും നോൺ ക്യാൻസറസ് ആണ്, ബിനൈനാണ്. പിന്നെ അതിനകത്ത് ക്യാൻസർസ് ആണുള്ള സാധ്യത ചിലപ്പം ഒരു 1000 ഫൈബ്രോയിഡ് ഒക്കെ ലെസ് ദാൻ 1% എന്നൊക്കെയാണ്. 1000 ഫൈബ്രോയിഡ് അതിൽ ഒരെണ്ണത്തിൽ താഴേക്കുള്ള ക്യാൻസറായി മാറാനുള്ള സാധ്യത. അപ്പൊ ക്യാൻസർ ആവണമെങ്കിൽ നമുക്ക് കുറച്ച് സിംറ്റംസ് ഉണ്ടാകും. പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് ഇത് വളരുക, പിന്നെ ഓവർ ബ്ലീഡിങ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ചിലതരം MRI സ്കാനിങ് കൂടെയൊക്കെ നമുക്ക് ക്യാൻസറസ് ആണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു സ്ത്രീകളിലാണല്ലോ ഇത് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പം അവർക്ക് അത് ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും ഫൈബ്രോയിഡ്? നമ്മൾ ഒത്തിരി സ്റ്റഡീസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ഫൈബ്രോയിഡ് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, പക്ഷെ നമ്മുടെ ബോഡിയിൽ ഒരു ഹോർമോൺ ചേഞ്ചസ് ആണ്. ഈസ്ട്രജൻ അല്ലെങ്കിൽ ഈ പ്രോജെസ്റ്ററോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺസിന്റെ ലെവലൊക്കെ കൂടുകയാണെങ്കിൽ that can lead to this ഫൈബ്രോയിഡ്സ് എന്ന് പറയുക. പ്രത്യേകിച്ച് നല്ല ഒരു കാരണമായിട്ട് ഇതുവരെ അങ്ങനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതൊക്കെ കുറച്ച് പോസ്റ്റുലേഷൻസ് ആണ്. അതുകൊണ്ട് സാർ, ഈ ഫൈബ്രോയിഡുകൾ എത്ര മുഴകളായിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്? ഞാൻ പറഞ്ഞു തരാം. അപ്പൊ മെയിൻലി 3 ടൈപ്പുള്ള ഫൈബ്രോയിഡ്സ് ആണ് നമ്മുടെ യൂട്രസിനകത്ത് വളരുന്നത്. അപ്പൊ യൂട്രസിന്റെ മസിൽ ലെയറിൽ വരുന്ന ഫൈബ്രോയിഡ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യൂട്രസിന്റെ ഈ മസിലിൽ നിന്ന് വളർന്നിട്ട് അത് നേരെ വെളിയിലോട്ട് വളരും. അപ്പം യൂട്രസിനകത്ത് അപ്പൊ അതിന് നമ്മൾ സബ്സീറസ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സബ്സീറസ് ഫൈബ്രോയിഡ് ചിലപ്പോൾ നമുക്ക് അറിയുന്നത് തന്നെ വലിയൊരു മുഴയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പൊ വയറ് ചിലപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ വയറ്റിനകത്ത് വലിയൊരു മുഴ പോലെ ആയിരിക്കും രൂപാന്തരപ്പെടുന്നത്, ഒരു വലിയൊരു തടിപ്പ് കാണാം. പിന്നെ നമ്മൾ യൂട്രസിന്റെ സെൻട്രൽ പാർട്ടി വളരുന്നതാണ്, അത് നമ്മുടെ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് വരുന്നത്. സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് ആയിരിക്കും കൂടുതലായിട്ട് സിംറ്റംസ് ഉണ്ടാകുന്നത്. യൂട്രസിന്റെ സെൻട്രൽ പാർട്ടിൽ ഒരു മുഴ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഓവർ ബ്ലീഡിങ് ഉണ്ടാകും, ഭയങ്കര പീരിയഡിന്റെ സമയത്ത് അതിശക്തമായ വേദന, അതിന് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. പിന്നെ മെൻസസിന്റെ ഇടവേളയിൽ ഉണ്ടാകുന്ന ഇന്റർമെൻസ് ബ്ലീഡിങ്, ഇതാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന സിംറ്റംസും. ഈ ടൈപ്പിലുള്ള ഫൈബ്രോയിഡ്സ് ആണ് മെയിലുണ്ടാകുന്നത്. പിന്നെ വേറെ ഫൈബ്രോയിഡ്സ് ഉണ്ട്, ചിലപ്പോൾ നമ്മുടെ ഗർഭാശയ മുഖം സെർവിക്സിൽ ഉണ്ടാകുന്ന ഫൈബ്രോയിഡ് സെർവിക്കൽ ഫൈബ്രോയിഡ് ആണ്. പിന്നെ വയറിന്റെ ഏതെങ്കിലും സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ഫൈബ്രോയിഡ് ഉണ്ടാകാം, അതിനൊക്കെ നമ്മൾ പാരസൈറ്റിക് ഫൈബ്രോയിഡ് എന്ന് പറയും. പിന്നെ യൂട്രസിന്റെ സൈഡിലുള്ള ബ്രോഡ് ലിഗമെന്റ് സ്ട്രക്ചർ അവിടെ ഉണ്ടാകുന്ന ഫൈബ്രോയിഡിന് ബ്രോഡ് ലിഗമെന്റ് ഫൈബ്രോയിഡ് എന്ന് പറയും.
അപ്പൊ സാർ നമുക്ക് ഈ ഉണ്ടാവുന്ന ഫൈബ്രോയിഡുകളെ ഇത് സർജറി ചെയ്യാതെ ഇതിന് എന്തെങ്കിലും വേറെ ചികിത്സ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ചികിത്സ എന്ന് പറയാന് സിംറ്റംസ് ഉള്ള ഫൈബ്രോയിഡ്സ് മാത്രമേ നമ്മൾ സർജറി ചെയ്യത്തുള്ളൂ. സിംറ്റം ലൈക്ക് ഇപ്പം വെറുതെ ഒരു ചിലപ്പോൾ ഒരു 2-3 സെന്റിമീറ്റർ ഉള്ള ഒരു ഫൈബ്രോയിഡ് ഒരു ലേഡിയുടെ യൂട്ടസ് ഉണ്ട്, നമുക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൗൺസിൽ ചെയ്യുമ്പോഴായിട്ട് ഇത് കുഴപ്പങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇത് കൃത്യമായ ഇടവേളയിൽ അൾട്രാസൗണ്ട് സ്കാൻ ഒക്കെ ചെയ്ത് ഇത് വലിപ്പം വെക്കുന്നുണ്ടോ നോക്കും. സപ്പോസ് അതിന് സിംറ്റംസ് ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് സിംറ്റംസ് ഇല്ലെങ്കിൽ അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ സാർ, ഇപ്പൊ സർജറി വേണമെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സർജറികളായിരിക്കും ഈ ഫൈബ്രോയിഡ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഫൈബ്രോയിഡ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം ഡിപ്പെൻഡ്സ്, അത് പല പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ കാര്യങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ ആ പേഷ്യന്റ് ഏജ് നോക്കും, പിന്നെ അവർക്ക് ഫെർട്ടിലിറ്റി, അവർക്ക് ഇനി ഫർദർ ആയിട്ട് കുട്ടികൾ വേണോ, പിന്നെ അവരുടെ സിംറ്റംസ്, ഇത്രയും കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സർജറി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഫൈബ്രോയിഡിനകത്ത് മെയിൻലി 2 സർജറിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഒന്ന് മുഴ മാത്രമായിട്ട് എടുക്കുന്ന സർജറിക്ക് നമ്മൾ മയോമെക്ടമിങ്ങും, അങ്ങനെ ചില ലേഡിയിൽ ഇപ്പൊ ഫാമിലി ഒക്കെ കംപ്ലീറ്റ് ആയി വലിയ സൈസുള്ള മുഴയാണ്, വലിയ യൂട്രസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയും. അത് നമ്മൾ യൂട്രസ് റിമൂവൽ പറയുന്ന പേര് ഹിസ്റ്റക്ടമി എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഹിസ്റ്റക്ടമി പല ടൈപ്പിൽ ചെയ്യാം. ഓപ്പൺ സർജറി ഉണ്ട്, വജനസ് സർജറി ഉണ്ട്, പിന്നെ ലാപ്രോസ്കോപ്പിന്റെ സഹായത്തോടെ ചെയ്യുന്ന സർജറിക്ക് ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റക്ടമി എന്ന് പറയും. അപ്പൊ ഈ മുഴ മാത്രമായിട്ട് എടുക്കണോ യൂട്രസ് മാത്രമായിട്ട് എടുക്കണോ, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഏജ്, അവരുടെ ഹെൽത്തിൽ കുട്ടികൾ ഉണ്ടാവും എന്നുള്ള താല്പര്യം. പിന്നെ ചിലപ്പം ചില പേഷ്യൻസ് ഇപ്പൊ ഒരു 45 വയസ്സിൽ വലിയൊരു മുഴയായിട്ട് വന്നാലും ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ യൂട്രസ് എടുക്കുന്നതിന് ഒത്തിരി ചിലർക്ക് യൂട്രസ് എടുക്കാൻ താല്പര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഇത് കൗൺസിൽ ചെയ്ത് നമ്മൾ മുഴ മാത്രമായിട്ട് എടുത്താൽ ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് കൗൺസിലിങ് ആ പേഷ്യന്റ് ഒരു സമ്മതോട് ചോദിച്ചിട്ടുള്ളൂ നമ്മളൊരു ഫുൾ ട്രീറ്റ്മെന്റിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ സാർ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഫൈബ്രോയിഡ് ഉള്ള ഒരാൾക്ക് പ്രഗ്നന്റ് ആവാനായിട്ട് പറ്റും. ഇപ്പൊ ഒരുപാട് ലേഡീസിനുള്ള സംശയമായിരിക്കുമല്ലോ, ഇപ്പം അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഉണ്ട്. ഇപ്പൊ ഫൈബ്രോയിഡ്, ചില ഫൈബ്രോയിഡ് നമുക്ക് ഇൻഫെക്റ്റ്, അതായത് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അത് നമ്മുടെ യൂട്രസിന്റെ സെൻട്രൽ പാർട്ടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഫൈബ്രോയിഡ്, പിന്നെ നമ്മുടെ ഫലോപ്പിൻ ട്യൂബിനൊക്കെ ബ്ലോക്ക് ഉണ്ടാകുന്ന ഫൈബ്രോയിഡ്സ്, ചില വലിയ മുഴയ്ക്കാണെങ്കിൽ ഫലോപ്പിന് ബ്ലോക്ക് ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഫെർട്ടിലിറ്റിനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഫൈബ്രോയിഡ്സിനൊക്കെ നമ്മൾ സാധാരണ റിമൂവ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നു, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 മാസം പേഷ്യന്റ് വന്നു, ഒരു യൂട്രസിനകത്ത് ഒരു 3 സെന്റിമീറ്റർ ഫൈബ്രോയിഡ് ഉണ്ട്, അല്ലെങ്കിൽ 2-3 ചെറിയ ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു അത് ഫെർട്ടിലിറ്റി ഒന്നും അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫൈബ്രോയിഡിനെ ലീവ് ചെയ്യും, ഒന്നും ചെയ്യില്ല. എന്നിട്ട് അവരോട് നാച്ചുറലായിട്ട് ട്രൈ ചെയ്യാൻ പറയും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ കൺസീവ് ആവുന്നില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നോർമലാണ്. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ രീതി ട്രൈ ചെയ്തിട്ട് ആയില്ലെങ്കിൽ, ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ആയില്ലെങ്കിൽ, നമ്മൾ അവരോട് ലാപ്രോസ്കോപ്പിന്റെ സഹായത്തിൽ മാത്രമായിട്ട് എടുക്കാനായിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ പ്രഗ്നന്റ് ആയി, അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. അപ്പം ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ ആ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഒരു നല്ലൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, മോസ്റ്റ് ഓഫ് ദ ഫൈബ്രോയിഡ്സും ചിലപ്പോൾ സിംറ്റമാറ്റിക് ആയിരിക്കും, സിംറ്റംസ് ഒന്നും കാണിച്ചില്ല. അപ്പൊ അവര് കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല ഫൈബ്രോയിഡ് പ്രഗ്നന്റ് ആയി, അതായത് സ്കാൻ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല, പ്രഗ്നന്റ് ആകുമ്പോഴായിരിക്കും സ്കാൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് യൂട്രസിന്റെ അകത്ത് 2-3 ഫൈബ്രോയിഡ്സ്. അപ്പൊ നമ്മൾക്ക് തന്നെ ഇഷ്ടം പോലെ പേഷ്യന്റിനെ ഫൈബ്രോയിഡ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫൈബ്രോയിഡ് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യമേ ഇതുണ്ട്, ഇത് പ്രശ്നമാണ്, പ്രഗ്നൻസി ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ചിലതരം സർട്ടൻ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ ചില പേഷ്യൻസിന് ഏർലി പ്രഗ്നൻസിയിൽ ചിലപ്പോൾ അബോർഷൻ ഒരു സാധ്യതയുണ്ട്. പിന്നെ പ്രഗ്നൻസി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ചില പെയിൻ ഉണ്ടാകാം. അപ്പൊ ഈ ഫൈബ്രോയിഡിന് ചേഞ്ചസ് വരാം, ഡീജനറേഷൻ എന്നൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് പ്രഗ്നൻസിയിൽ പെയിൻ ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ ചില ആന്റിബയോട്ടിക്സും ചില കൺസർവേറ്റീവ് മെത്തേഡ്സിൽ കൂടെ ഒക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ പ്രീറ്റൈൽ ലേബർ, നേരത്തെ ഉണ്ടാകുന്ന പ്രശ്നം ചില ഫൈബ്രോയിഡ്സ് ഉണ്ടാവും. പിന്നെ പക്ഷെ മോസ്റ്റ് ഓഫ് ദി പേഷ്യന്റ് നമുക്ക് ഇതൊക്കെ മരുന്നുകൾ കൊണ്ടൊക്കെ മാനേജ് ചെയ്യാം. അപൂർവമായിട്ടൊക്കെ ഉള്ളൂ ഫൈബ്രോയിഡുള്ള പേഷ്യന്റിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകും. പിന്നെ ഫൈബ്രോയിഡുള്ള പേഷ്യൻസ് ചിലപ്പം ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യത, പോരാനുള്ള പാട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാറുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് അഡിക്വേറ്റ്ലി മാനേജ് ചെയ്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ കേസ് സിസേറിയൻ എല്ലാം ആവുകയാണെങ്കിൽ നമ്മൾ ആ ഫൈബ്രോയിഡിന്റെ ലൊക്കേഷനും അതിന്റെ സൈസൊക്കെ നോക്കിയിട്ട് വേണേൽ സിസേറിയന്റെ സമയത്ത് നമുക്ക് മുഴ മാത്രം എടുക്കാം. നോർമൽ ഡെലിവറി ആവണമെങ്കിൽ പിന്നെ ആ പേഷ്യന്റിനെ ഡെലിവറി കഴിഞ്ഞിട്ട് മിക്കവാറും ഫൈബ്രോയിഡ്സിന്റെ സൈസ് ഒക്കെ കുറയും. ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ സൈസ് അനുസരിച്ചിട്ട് പിന്നെ സർജറി വേണ്ടെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഈ ഫൈബ്രോയിഡിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്നുകളോ ചികിത്സകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇതിനകത്ത് നമ്മളൊരു അതായത് സർജറി ഇല്ലാത്ത ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അത് ഞാൻ മെയിനായിട്ട് പറഞ്ഞോട്ടെ, ഇപ്പം സിംറ്റംസ് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ഇപ്പം ഫൈബ്രോയിഡിന്റെ ഈ സൈസ് ഒക്കെ കുറയ്ക്കുന്ന ചിലതരം
നമ്മളെ മാർക്കറ്റിലൊക്കെ ചിലതരം മരുന്നുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് സിംറ്റംസ് ഉള്ള ഫൈബ്രോയിഡ്സ് ലൈക്ക് ഇപ്പം അപ്പോൾ അവർക്ക് യങ് ഏജ് ആണ്, അപ്പോൾ അവർക്ക് ഉടനെ സർജറി വേണ്ട. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സൈസൊക്കെ ഫുള്ളൊന്നും കുറയ്ക്കത്തൊന്നുമില്ല, കുറച്ചായിട്ടൊക്കെ കുറയ്ക്കുന്ന ചിലതരം മരുന്നുകൾ മാർക്കറ്റിലുണ്ട്. അതൊക്കെ നമ്മളൊരു കുറച്ച് 5-6 മാസമൊക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അപ്പം അത്രയും പീരീഡിന്റെ സമയത്തേക്ക് നമുക്ക് സർജറി ഒന്ന് പ്രൊളോങ് ചെയ്യാൻ പറ്റും. ഈ മരുന്ന് കൊണ്ട് ഒരു ഫുള്ളൊരു ഫൈബ്രോയിഡ് ഒന്നും പോകത്തില്ല. അത് കഴിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചൊരു സിംറ്റംസ് കുറയും. ചിലപ്പോൾ ഒരു 5-6 സെന്റിമീറ്ററുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ ചിലപ്പോൾ 1-2 സെന്റിമീറ്റർ ഒക്കെ കുറയും. പിന്നെ നമ്മൾ അടുത്തൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഫൈബ്രോയിഡ് എല്ലാം യൂട്രസിൽ നിന്നുള്ള ബ്ലഡ് ഫ്ലോയിനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ ഇത് പറയുന്നത്. യൂട്രൈനാർട്ടറി എംബോളൈസസ് ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ യൂട്രസിലുള്ള പെക്യുലർ ബ്ലഡ് വെസൽസ് നമ്മൾ ബ്ലോക്ക് ആക്കും. അത് ചെറിയ എംബോളൈസേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് പിന്നെ ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് ഫൈബ്രോയിഡ് ഷ്രിങ്ക് ആവും. പക്ഷെ ഇതൊന്നും ഫുൾ ആവത്തില്ല. ഇതൊക്കെ കുറച്ചൊക്കെ ഒരു കുറച്ച് സൈസേ നമുക്കിത് എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ സർ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫൈബ്രോയിഡ് ഉള്ള ആൾക്ക് ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ കീഹോൾ സർജറി ഒക്കെ ചെയ്തുകൊണ്ടുണ്ടാവുന്ന ഒരു ഇമ്പാക്ട് എന്തായിരിക്കും? ഇപ്പൊ നമ്മളിപ്പം മോസ്റ്റ് ഞാൻ പറഞ്ഞില്ല ലാപ്രോസ്കോപ്പിയുടെ ഇപ്പൊ യൂട്രസ് ഇപ്പൊ ഏജ് ഫാമിലിക്ക് കംപ്ലീറ്റ് ആയ ആൾക്കാർക്ക് വലിയൊരു ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് സർജറിയാണ്. അത് യൂട്രസ് റിമൂവലാണ്. അത് നമുക്ക് ലാപ്രോസ്കോപ്പിന്റെ സഹായത്തോടെ യൂട്രസ് എടുക്കാം. അത് നമ്മൾ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റക്ടമിയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ കുറവായിരിക്കും. പിന്നെ ഒരു ഓപ്പൺ സർജറി പോലെ നമുക്ക് വയറിൽ വലിയ മുറിവ് ഉണ്ടാകത്തില്ല. അപ്പൊ നമുക്ക് സർജറി കഴിഞ്ഞിട്ട് എപ്പോഴും എത്രയും പെട്ടെന്ന് നമ്മുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിനകത്തൊക്കെ നമുക്ക് യൂട്രസിൽ നിന്നുള്ള ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റക്ടമി ആയാലും ശരി, മുഴ മാത്രം എടുക്കുന്ന ഓപ്പറേഷൻ ലാപ്രോസ്കോപ്പിക് മയോമക്ടമി ആയാലും നമ്മൾ കീഹോളിന്റെ സഹായത്തോട് ചെയ്ത് പേഷ്യന്റ് റെസ്റ്റ് കുറവായിരിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അവർ ബാക്കിയുള്ള ഡ്യൂട്ടിയിലോട്ട് ഇൻവോൾവ് ആവാനായിട്ട്. ഏത് ലാപ്രോസ്കോപ്പിക് സർജറി ആയാലും ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്യേണ്ടി വരുമായിരിക്കും. പ്രത്യേക കോംപ്ലിക്കേഷൻ ലൈക്ക് ബ്ലീഡിങ് കൂടുതലുണ്ടാവുക, പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് പ്രശ്നം ഉണ്ടാകുക, പിന്നെ ചിലപ്പം നമുക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ഫൈബ്രോയിഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓപ്പൺ തന്നെ ചെയ്ത് അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. സർ അതുപോലെ തന്നെ ഇപ്പം ഈ ഫൈബ്രോയിഡ് ഉള്ളവരിൽ ഈ DNC ചെയ്യുന്നത് എന്തിനാ? അപ്പം മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ഫൈബ്രോയിഡ് ഞാൻ പറഞ്ഞില്ലേ സിംറ്റംസ് ഭയങ്കര ബ്ലീഡിംഗ് ആയിരിക്കും. അപ്പൊ ഈ ഫൈബ്രോയിഡ് ഉള്ള ആൾക്കാർ ചിലപ്പം ഈ യൂട്രസിന്റെ ഇന്റേണൽ ഒരു എൻഡോമെട്രി എന്നൊരു തിക്നെസ് ഉണ്ട്. ആ എൻഡോമെട്രിക്കിന്റെ തിക്നെസ്സിനെ കൊണ്ടായിരിക്കും ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. അപ്പം എൻഡോമെട്രി ഹൈപ്പർപ്ലേഷ്യ എന്നൊരു അസുഖമുണ്ട്. ചിലപ്പം ഈ ഫൈബ്രോയിഡിലൊക്കെ എൻഡോമെട്രി ഹൈപ്പർപ്ലേഷ്യ കൂടിയിട്ട് അപ്പോൾ ക്യാൻസറസിലോട്ട് പോകുന്ന ഈ കോംപ്ലക്സ് ആയിട്ടുള്ള എൻഡോമെട്രി ഹൈപ്പർപ്ലേഷ്യ ഉണ്ട്. അപ്പം ഈ കോംപ്ലക്സ് എൻഡോമെട്രി ഹൈപ്പർപ്ലേഷ്യ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്രസ് ക്ലീൻ ചെയ്തിട്ട് ആ എൻഡോമെട്രി നമ്മൾ പരിശോധനയ്ക്ക് അയക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് അത് അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ DNC ചെയ്യുമ്പോൾ ബ്ലീഡിങ് കുറയുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൺസർവേറ്റീവ്സിന് വിടാതെ എത്രയും പെട്ടെന്ന് ഹിസ്റ്റക്ടമി ചെയ്യാനും പറ്റും. സർ ഇപ്പം അതുപോലെ തന്നെ ഇതിപ്പം പീരിയഡ്സിന്റെ ടൈമിൽ ഉണ്ടാവും എന്നല്ലേ പറഞ്ഞു. അപ്പം ഇത് നിന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഫൈബ്രോയിഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? നമ്മളിപ്പോ സപ്പോസ് ഇപ്പോൾ ഒരു ലേഡിക്ക് ഒരു 45 വയസ്സിൽ ഒരു 4 സെന്റിമീറ്ററുള്ള ഫൈബ്രോയിഡ് എത്തിച്ചത്. അപ്പൊ ആ ലേഡി ആ ഒരു മെനപ്പോസ് അതായത് മെൻസസ് നിൽക്കുന്ന സമയം വരെ ഫോളോ അപ്പ് ചെയ്തു. പിന്നെ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ഈ ഫൈബ്രോയിഡ് പറയുന്നത് അതിന്റെ സൈസ് അധികം കൂടത്തുള്ളതാണ്. പിന്നെ ചെയ്യും. അതാണ് ഒരു മെനപ്പോസൽ ലേഡി അതായത് മെൻസസ് നിന്ന് സ്ത്രീകളിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ അവർക്ക് വലിയ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ വെറുതെ വിടുന്നത്. പക്ഷെ നമ്മളിതിനെ ഫോളോ അപ്പ് ചെയ്യണം. മെൻസസ് നിന്ന് സ്ത്രീകൾ റാപ്പിഡ് ആയിട്ട് ഒരു ബ്ലീഡിങ് ഉണ്ടാവുക, പിന്നെ പെട്ടെന്ന് ഇതിന്റെ സൈസ് കൂടുകയൊക്കെ ആണെങ്കിൽ നമ്മൾ സംശയിക്കണം. അങ്ങനെയുള്ള ഫൈബ്രോയിഡ് ചിലപ്പോൾ ക്യാൻസറസ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പം മെൻസസ് ഒരു 55 വയസ്സായ ലേഡിക്ക് ഒരു ഫൈബ്രോയിഡ് അത് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാക്കി അതിന് സൈസ് കൂടുകയെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഫൈബ്രോയിഡ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ കൊടുത്ത് യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പം സാർ ഇപ്പം കാരിത്താസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായല്ലോ. അപ്പം ആ ഒരു ടൈമിൽ ഒരുപാട് യൂട്രസ് റിമൂവൽ കേസസ് സാറിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പം എപ്പോഴെങ്കിലും ഈ ഒരു യൂട്രസ് റിമൂവൽ ക്യാൻസറിന്റെ ഒരു സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ സാറിന് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ പല പല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം നമ്മള് ഫാമിലി കംപ്ലീറ്റ് ആയ ആൾക്കാർക്ക് നമ്മൾ കംപ്ലീറ്റ് യൂട്രസും ഓവറും എല്ലാം എടുത്തു കളഞ്ഞു. അപ്പൊ അങ്ങനെ ഉണ്ടായ എടുക്കുമ്പോഴത്തേക്കും ആദ്യമേ നമ്മൾ സ്കാനും എല്ലാം ചെയ്തിട്ടെല്ലാം ഒരു നമ്മൾ സർജറി ചെയ്യുന്നത്. പക്ഷെ കുറേ പേഷ്യൻസിനാണ് വെച്ചാൽ ഒത്തിരി നമ്പറില്ല, എന്നാലും ഈ ഒരു 20 വർഷത്തെ പീരീഡിൽ ഒരു 10-12 പേഷ്യൻസിനൊക്കെ ഈ മുഴ ക്യാൻസർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ ക്യാൻസർ ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അടുത്ത കീമോതെറാപ്പി റേഡിയേഷൻ അത് സാധനം കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഫൈബ്രോയിഡ് ക്യാൻസർ ആണ്, സാർക്കോമയാണ്, ലിയോമയോ സാർക്കോമ എന്നാണ് ഈ ക്യാൻസറിന്റെ പേര്. അപ്പൊ ഫൈബ്രോ സാർക്കോമ അല്ലെ ലിയോമയ സാർക്കോമ എന്നാണ് ഇത് പറയുന്നത്. അതാണ് യൂട്രസിന്റെ ക്യാൻസർ. അപ്പം പിന്നെ നമ്മൾ ഇപ്പം യങ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. യങ് ഏജ് ഇപ്പം ഈ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെന്റ് വരുന്ന പേഷ്യൻസ് മുഴ മാത്രം എടുക്കും. പക്ഷെ ആ മുഴ
ക്യാൻസർ ആയിട്ട് മാറുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അവർക്ക് ഫെർട്ടിലിറ്റിയും പ്രശ്നമാണ്, പിന്നെ കുട്ടികളുണ്ടാവും, പിന്നെ അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് കൂടെ പോയിട്ടുണ്ട്. പിന്നെ നമ്മള് അപ്പം ഹിസ്റ്റക്ടമി എന്ന് പറഞ്ഞാൽ യൂട്രസ് മാത്രം എടുക്കുന്നതാണ്. ക്യാൻസർ എന്നൊരു സംശയമുണ്ട്, നമ്മൾ ഓവറികൾ എടുക്കണം. അപ്പം ഈ റീസെന്റ് ഒരു പേഷ്യന്റ് നമ്മള് അവർക്ക് കുറെ നാളായിട്ട് മുഴകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ കുറെ എടുത്തിട്ട് അവരെന്നെ എടുത്ത് ഞാൻ സർജറി ചെയ്തു. അപ്പം 41 വയസ്സ് ഏജ് കുറവാണ് നമ്മൾ ഓവറി ഇവിടെ വെച്ചു, ഈ മുഴ മാത്രം. പക്ഷെ അതിന് നോക്കിയപ്പോഴത്തേക്ക് നമ്മളത് ബയോപ്സി റിപ്പോർട്ട് വന്നിട്ട് അത് സ്പിൻഡിൽ സെൽ സാർക്കോമ എന്നാണ്. പക്ഷെ നമ്മളത് അവര് ബാക്കി ഓൺകോളജിയിലൊക്കെ കാണിച്ചു. അപ്പൊ അവര് പിന്നെ നമ്മൾ ഓവറി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഓവറി എടുക്കാനായിട്ട് സജസ്റ്റ് ചെയ്തു. അത് മാത്രം ചെയ്താൽ മതി, എന്നിട്ട് പിന്നെ വേറെ ഫർദർ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒത്തിരി എക്സ്പീരിയൻസ്. അപ്പൊ ഇതിനകത്തുള്ള കാര്യം വെച്ചാൽ നമുക്കിപ്പം 100% നമുക്കൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. പല പല കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ PCOD ഫൈബ്രോയിഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, PCOD ഫൈബ്രോയിഡ് ആയിട്ട് അങ്ങനെ യാതൊരു ഇതുമില്ല. PCOD വേറെ ഡിഫറെന്റ് എൻറ്റിറ്റി ആണ്. PCOD എന്ന് വെച്ചാൽ നമ്മളിപ്പം അതിപ്പോ ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിനും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിനും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പൊ ഇപ്പൊ അതിന്റെ ഇൻഷുറൻസ് ഭയങ്കര കൂടുതലാണ്. ഒരു 10 പേഷ്യൻസിൽ ഒരു 4 പേർക്ക് PCOD. അത് മെയിൻ ആയിട്ട് അത് പീരീഡ്സ് ഇറഗുലർ ആക്കുക, പിന്നെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുക, വെയിറ്റ് ഗെയിൻ, അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഓക്കെ. അപ്പൊ സാർ, ഈ ഫൈബ്രോയിഡിന് ഇങ്ങനെ ഏജ് ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫൈബ്രോയിഡ് ഉണ്ടാവാനായിട്ട് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഫൈബ്രോയിഡ് ഇപ്പൊ നമ്മളിപ്പോ മെൻസസ് ഉണ്ടാവുന്ന സ്ത്രീകൾ ആർക്കും ആണല്ലേ? ഫൈബ്രോയിഡും സിംപ്റ്റമാറ്റിക് ആയിരിക്കും. സാർ, എന്തായാലും ഇത്രയും സമയം ഫൈബ്രോയിഡ് എന്താണെന്നും അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതെന്ന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് സാറിൻ്റെ ഈ ഒരു ടൈം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് സർ.